സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. പാർട്ടി നിർദ്ദേശം അട്ടിമറിച്ച് ലീഗ് നേതാക്കൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇഷ്ടക്കാരെ തിരുകി കയറ്റുന്നുവെന്ന ആരോപണം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MC മായിൻ ഹാജിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കൾ. ഗുരുവായൂരിൽ ലീഗ് BJP ബന്ധമെന്നും ആരോപണമുയരുന്നു. ലീഗിലെ പടലപ്പിണക്കത്തിൽ പകച്ച് UDF നേതൃത്വം. ഗ്രൂപ്പ് വടംവലികളും സ്വജനപക്ഷപാതവും ചേർന്ന് മുസ്ലിം ലീഗിനുള്ളിൽ വലിയ പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. UDFിലെ പ്രബല കക്ഷിയായിട്ടും അർഹിക്കുന്ന പ്രാതിനിധ്യം നൽകുന്നില്ല എന്ന പരാതി ലീഗ് നേതൃത്വത്തിൽ ശക്തമാണ്. മധ്യ കേരളത്തിലും തെക്കൻ ജില്ലകളിലും ലീഗിനെ പൂർണ്ണമായും തഴയുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന പരാതിയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കുള്ളത്. അതിനിടയിലാണ് പ്രവർത്തകരുടെ വികാരത്തെയും പാർട്ടി ഘടകങ്ങളുടെ തീരുമാനങ്ങളെയും അട്ടിമറിച്ച് ചില ലീഗ് നേതാക്കൾ ഇഷ്ടക്കാർക്ക് സീറ്റുകൾ വീതം വെച്ച് നൽകുന്നത്. കോഴിക്കോട്ടെ നല്ലളത്തെ സംഭവ വികാസങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ പോലും ചർച്ചകളായി മാറിയത് ഈ സാഹചര്യത്തിലാണ്. മുസ്ലിം ലീഗിന്റെ ട്രേഡ് യൂണിയനായ STUവിന്റെ സംസ്ഥാന നേതാവ് യു പോക്കർ ലീഗ് ബന്ധം ഉപേക്ഷിച്ച് CPMൽ ചേർന്നത് വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയത്. നല്ലളത്തെ പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യവും മണ്ഡലത്തിലുടനീളം വേരോട്ടവുമുള്ള പോക്കറെ അവസാന നിമിഷം സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും വെട്ടിമാറ്റുകയായിരുന്നു. നല്ലളം ഡിവിഷനിലെ 4 ശാഖാ കമ്മിറ്റികളും യു പോക്കറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അവസാന റൗണ്ടിൽ ആ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെടുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MC മായിൻ ഹാജിയാണ് അവസാന റൗണ്ടിൽ സ്ഥാനാർത്ഥി പട്ടിക അട്ടിമറിച്ചതെന്നാണ് ഉയരുന്ന ആരോപണം. കീഴ്ഘടകങ്ങളുടെ നിർദ്ദേശങ്ങളെ അവഗണിച്ച് മായിൻ ഹാജിയുടെ നോമിനിയായ മേഖലാ ലീഗ് പ്രസിഡന്റ് P ഇബ്രാഹിമിനെ സ്ഥാനാർത്ഥിത്വം നൽകിയെന്ന വിധത്തിലാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന പ്രതിഷേധം. ട്രേഡ് യൂണിയൻ നേതാവായ യു പോക്കറിനോടൊപ്പം 35 പ്രാദേശിക ലീഗ് ഭാരവാഹികളും ഒട്ടേറെ പ്രവർത്തകരുമാണ് ലീഗ് ബന്ധം ഉപേക്ഷിച്ച് CPMനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഈ സാഹചര്യത്തിലാണ് മായിൻ ഹാജിക്കെതിരെ മുതിർന്ന ലീഗ് നേതാക്കൾ പോലും പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയത്. സംസ്ഥാന നേതാക്കളായ ഷാഫി ചാലിയവും ഉമ്മർ പാണ്ടികശാലയും മായിൻ ഹാജിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉയർത്തിയത്. കോഴിക്കോട് ജില്ലാ പാർലമെന്ററി ബോർഡ് യോഗത്തിൽ ഇരുവരും മായിൻ ഹാജിയുടെ നിലപാടുകളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പോലെയുള്ള പ്രധാന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ഈ വിധത്തിൽ പാർട്ടി നിലപാടുകളെ അട്ടിമറിച്ചതെന്നതാണ് പ്രവർത്തകരെ ഞെട്ടിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗിന് വ്യക്തമായ അടിത്തറയുള്ള നല്ലളത്തെ പ്രാദേശിക ഭിന്നതകളെ അനുകൂലമാക്കി മാറ്റാനുള്ള കഠിന പ്രവർത്തനത്തിലാണ് CPM പ്രവർത്തകർ. മുൻകാലങ്ങളിലും ഈ വിധം നീക്കങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാൻ ഇടത് കേന്ദ്രങ്ങൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. 2015ലും 2020ലും ലീഗിനുള്ളിൽ സമാന രീതിയിൽ ഭിന്നതകൾ ഉയർന്നിരുന്നു. അന്ന് വിമതർക്ക് പിന്തുണ നൽകി UDFനെ പരാജയപ്പെടുത്തുകയാണ് ഇടതുപക്ഷം ചെയ്തത്. വനിതാ ലീഗ് നേതാവ് മൈമൂന കഴിഞ്ഞ തവണ ഇടത് സ്വതന്ത്രയായി മത്സരിച്ചു ജയിച്ചത് അങ്ങനെയായിരുന്നു. ലീഗിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉപയോഗപ്പെടുത്തി ഇത്തവണയും UDFനെ തകർക്കാനുള്ള അണിയറ നീക്കങ്ങളാണ് ഇടത് കേന്ദ്രങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം BJPയുമായി മുസ്ലിം ലീഗും കോൺഗ്രസും അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നുവെന്ന ആരോപണമുയർത്തി ഗുരുവായൂർ മേഖലയിലും മുസ്ലിം ലീഗിനുള്ളിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ തുടർന്ന് 30ഓളം സജീവ ലീഗ് പ്രവർത്തകർ ലീഗ് ബന്ധം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇവരും കുടുംബാംഗങ്ങളും ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തന രംഗത്തിറങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്. ഗുരുവായൂർ നഗരസഭയിലെ 14, 15, 17 വാർഡുകളിൽ കോൺഗ്രസ്, ലീഗ്, BJP കൂട്ടുകെട്ടുണ്ടെന്നാണ് ഇവരുടെ ആരോപണം. മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് RH യൂസഫ് അലിയാണ് വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. BJPയുമായുള്ള രഹസ്യബന്ധം സാമുദായികവും രാഷ്ട്രീയവുമായ മര്യാദകൾക്ക് യോജിച്ചതല്ലെന്ന് വ്യക്തമാക്കി ഇത്തരം രഹസ്യ നീക്കങ്ങൾ പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കാനുമാണ് ലീഗ് വിമതരുടെ നീക്കം. UDFിലെ പ്രബല ഘടക കക്ഷിയായ മുസ്ലിം ലീഗിൽ രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിധം പൊട്ടിത്തെറികൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വികാരം ഇതര ഘടക കക്ഷികളിലും ശക്തമാണ്. അതുകൊണ്ട് തന്നെ വിമതരെ സാന്ത്വനിപ്പിച്ച് ഒപ്പം നിർത്തണമെന്നാണ് UDF നേതൃത്വം ലീഗ് നേതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.